ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്ന 3 കാര്യങ്ങൾ ആരോടും പറയാനോ മിണ്ടാനോ ഒന്നും പാടില്ല. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ? മിണ്ടിയാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം തകരുന്നതാണ്. നമ്മുടെ ജീവിതം ഇല്ലാതായി പോകും, നശിച്ചു പോകും. അത് വലിയ ഗൗരവത്തോടു കൂടി കാണേണ്ടുന്ന ഒരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങളെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. ജനങ്ങളിൽ വെച്ച് ഏറ്റവും മ്ലേച്ഛ വിഭാഗത്തിൽപ്പെട്ട ഒരു വിഭാഗമുണ്ട്, മോശ വിഭാഗത്തിൽപ്പെട്ട. ജനങ്ങളിൽ ഒരുപാട് ആളുകളുണ്ട്, അതിൽ ഏറ്റവും മോശ വിഭാഗം എന്ന് ഇന്നമിൻ അശരിന്നാസി, ജനങ്ങളിൽ ഏറ്റവും മോശ വിഭാഗക്കാരാണ് എന്ന് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായിട്ടുള്ള ആ വിഭാഗം ആരാണെന്ന് ഇൻഷാ അല്ലാഹ് അറിയണ്ടേ? അതറിയണം, അത് പഠിക്കണം, അത് ജീവിതത്തിൽ മനസ്സിലാക്കണം. പിന്നീട് അതിലേക്ക് കടക്കാനും നമ്മൾ പാടില്ല. നമ്മളിൽ പലരും ആ ഒരു ദുസ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഈ നിമിഷം തന്നെ, ഈ ഇൽമ് കേൾക്കുന്ന സമയത്ത് തന്നെ അത് ജീവിതത്തിൽ നിന്ന് പാടെ എടുത്തു മാറ്റുക. ഏതാണ് ആ കാര്യമെന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിക്കാം. വീഡിയോ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, അവസാനം വരെ കാണുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ 10 മിനിറ്റ് നമുക്ക് ഉപകാരപ്രദമാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പുണ്യമാക്കപ്പെട്ട ദീൻ സമ്പൂർണമായ ദീനാണ്. ഈ ദീനിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വിലമതിക്കാനാവാത്ത അറിവുകളാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെതായ അളവുകൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അള്ളാഹു വിധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. അത് നമുക്കറിയാം. ഓരോ ദിവസവും നമ്മൾ പറഞ്ഞു തരുന്ന ഇൽമുകളും അറിവുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളുമായി, പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ ആരോടും പറയാൻ പാടില്ല. നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്നവരാണ്, ഒരു സമൂഹത്തിൽ ഇടപഴകുന്നവരാണ്. ഒരുപാട് ആളുകളെ ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽവാസികളെ കാണാറുണ്ട്, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ കൂട്ടുകാരെ, അങ്ങനെ ഒരുപാട് പേരെ ദിവസവും നമ്മൾ കാണാറുണ്ട്. കൂടെ ജോലി ചെയ്യുന്നവർ, അതുപോലെ കീഴെ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ചങ്ങാതിമാരടക്കം, ബന്ധുമിത്രാദികളടക്കം, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ കാണുന്നുണ്ട്. ആരോടും ഈ 3 കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. ഒരാളോടും പറയാൻ പാടില്ല. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അത് പറഞ്ഞ ജീവിതം തകരുന്നതാണ്, നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഏതാണ് ആ 3 കാര്യം? പെട്ടെന്ന് തന്നെ പറയാം. ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ ചെയ്തു പോയ കുറ്റങ്ങളുണ്ടല്ലോ, ആ കുറ്റങ്ങൾ മറ്റൊരാളോടും പറയാൻ പാടില്ല. ഒരാളോടും മിണ്ടിപ്പോകരുത്. ജീവിതത്തിൽ നീ ചെയ്ത പാപങ്ങൾ, നീ ചെയ്ത കുറ്റം, മറ്റൊരാൾ ചെയ്ത കാര്യങ്ങളല്ല, അത് തീരെ പറഞ്ഞുകൂടാ. നമ്മുടെ കാര്യങ്ങൾ, ചില ആളുകളുണ്ട് ജീവിതത്തിൽ പാപങ്ങൾ ചെയ്തിട്ട് അത് പോയി പുറത്തു പോയി കൊട്ടി ആഘോഷിച്ചു പോകുന്ന, എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഇന്ന പാപങ്ങൾ ചെയ്തു പോയെന്ന് കൂട്ടുകാരോടും കുടുംബക്കാരോടും എല്ലാവരോടും പോയി പറഞ്ഞ് അങ്ങനെ സ്വയം നാറുന്ന ഒരു സ്വഭാവം, അത് മോശമാണ്. അതാണ് പറയുന്നത്, കുല്ലു ഉമ്മത്തി മുആഫ ഇല്ലൽ മുജാഹിർ. എൻ്റെ ഉമ്മത്തുകളിൽ എല്ലാവർക്കും മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾക്ക് മാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇല്ലൽ മുജാഹിർ, ആ തെറ്റുകുറ്റത്തിനെ പരസ്യമായവർക്കൊഴികെ. പാപങ്ങൾ ചെയ്തു പോകുന്നവരാണ്. കുല്ലു ബനി ആദമിന് ഖത്താഉൻ വ ഖൈറുൽ ഖത്താഇന തവ്വാബുൻ. എല്ലാ ആദമിൻ്റെ മക്കളും, മനുഷ്യ സമൂഹവും പാപം ചെയ്യുന്നു പോകുന്നവരാണ്. കാര്യം അവർ മനുഷ്യരാണല്ലോ, മലക്കുകളും നബിമാരും ഒന്നുമല്ലല്ലോ, സാധാരണ നോർമൽ മനുഷ്യന്മാരാണ്. പാപങ്ങൾ സംഭവിച്ചു പോകും, ശരി തന്നെയാണ്. പക്ഷേ ആ പാപങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ളവരോട് പോയി പറയാൻ പാടില്ല. അത് പറയുന്നതിന് തന്നെ പ്രിയപ്പെട്ടവരെ വിലക്കുണ്ട്, ഒരിക്കലും പറയാൻ പാടില്ല. നേരെ മറിച്ച് നീ എന്താ ചെയ്യേണ്ടത്? അത് മറ്റുള്ളവരോട് പറയുന്നതിന് പകരം അള്ളാഹുവിനോട് പറയുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് പറയുന്ന രീതി എങ്ങനെയാ? തൗബയുടെ രീതിയിൽ പറയുക. അള്ളാഹുവേ, ഞാൻ ആ പാപം ചെയ്തു പോയി തമ്പുരാനെ, എനിക്ക് നീ പുറത്തു മാപ്പാക്കി തരണേ തമ്പുരാനെ എന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥമായ ഇഖ്ലാസോടു കൂടിയുള്ള
തൗബയുടെ വഴിയിൽ അള്ളാഹുവിനോട് പറയുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോട് പറയാൻ പാടുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള രഹസ്യ സമയത്തെ കാര്യങ്ങൾ, അവരുടെ കിടപ്പറയിലെ കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ കാര്യം വളരെ അപകടമാണ്. ചില ആളുകളുണ്ട്, വിവാഹം കഴിഞ്ഞ് പിറ്റേ ദിവസം അളിയ എന്തോ സംഭവിച്ചെന്നുള്ള രൂപത്തിൽ ക്യൂരിയോസിറ്റിയോടെ വന്ന് ചോദിക്കുന്ന ചില ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വലിയ മോശമാണ്. ചെറുപ്പക്കാർക്കിടയിൽ അത് ധാരാളമായി നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ ഇടയിൽ നടക്കുന്നുണ്ടെന്നാണ് പ്രിയപ്പെട്ടവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പെൺകുട്ടികളുടെ ഇടയിൽ രഹസ്യ സമയത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് ഫ്രണ്ട്സിനോട് പറഞ്ഞ്, ചങ്ങാതിമാരോട് പറഞ്ഞ്, വളരെ മോശമായ കാര്യമാണ്. അള്ളാഹു അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഭാഗ്യം തരട്ടെ. ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന മിൻ അശരിൻ നാസി, ജനങ്ങളിൽ ഏറ്റവും മോശമാക്കപ്പെട്ട വിഭാഗമെന്ന് മുത്തുനബി തങ്ങൾ എടുത്തു പറഞ്ഞ വിഭാഗം അവരുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ ഇടയിലുള്ള, ഭാര്യ ഭർത്താവ് ബന്ധത്തിൻ്റെ ഇടയിലുള്ള രഹസ്യങ്ങൾ മറ്റൊരാളോട് പറയുക എന്നുള്ളതാണ്. വലിയ മോശമാണ്. അത് ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മോശമായ കാര്യമാണ്. അല്ലാഹു തആല അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞ് പ്രഥമ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസമാകുമ്പോൾ ആ സഹോദരനോട്, ആ പുതിയാപ്പിളയോട് വന്നിട്ട് പുതിയാപ്പിളയുടെ കൂട്ടുകാരന്മാരെ വന്ന് ചോദിക്കും, ഫ്രണ്ട്സ് വന്ന് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ പുതിയാപ്പിള എല്ലാം കൊട്ടി അങ്ങ് പറഞ്ഞു കൊടുക്കും. വലിയ മോശ സ്വഭാവമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജനങ്ങളിൽ ഏറ്റവും മോശ വിഭാഗം ഒന്നാണ്. സഹോദരിമാരുടെ ഇടയിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഫോൺ വിളിക്കും, എന്നിട്ട് ഈ പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു, അന്വേഷിക്കുന്നു, വിവരങ്ങൾ തിരക്കുന്നു. വേറെ ഒരു കാര്യത്തിനും ഉണ്ടാവില്ല ഇത്രയേറെ ക്യൂരിയോസിറ്റിയും ഇത്രയേറെ ഒരു താല്പര്യവും. ഈ കാര്യത്തിന് വല്ലാത്ത താല്പര്യങ്ങളാണ് എല്ലാവർക്കും ചോദിച്ചറിയാൻ, അതിലെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ. അള്ളാഹു ആ വിഭാഗത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, അപ്പോൾ രണ്ടാമത്തെ ഈ കാര്യം, ഒരാളോടും മിണ്ടാൻ പാടില്ല, ഒരാളോടും സംസാരിക്കാൻ പാടില്ലാത്ത കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു ദുസ്വപ്നം കാണാൻ, രാത്രിയിൽ കിടന്നുറങ്ങിയ സമയത്ത് ഒരു ദുസ്വപ്നം കാണുന്നു. മോശമായ രൂപത്തിലുള്ള സ്വപ്നമായിരിക്കാം. ആ ദുസ്വപ്നം ഒരു കാരണവശാലും മറ്റൊരാളോട് പറയരുതെന്നുള്ളതാണ്. ദുസ്വപ്നമായി കണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബിതങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇദാ റഅ മാ യുക്റഹു, നിങ്ങൾക്ക് വെറുക്കപ്പെട്ട ഒരു കാര്യം, ഒരു ദുസ്വപ്നം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഫലത്ഫൽ അൻ യസാരിഹി സലാസ, 3 പ്രാവശ്യം എന്ത് ചെയ്യുക? ഇടതുഭാഗത്തേക്ക് തുപ്പുക എന്നുള്ളതാണ്. തുപ്പിയിട്ട് എന്ത് ചെയ്യുക? ഫലതഅവ്വദു മിൻ ശർരി ശൈത്വാൻ, അള്ളാഹുവിനോട് ശൈത്വാനിൽ നിന്ന് കാവൽ ചോദിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അള്ളാഹുവെ പടച്ചവനെ, ശപിക്കപ്പെട്ടവനായ പിശാചിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് തുപ്പുക എന്നുള്ളതാണ്. അവൻ്റെ ഷെറുകളിൽ നിന്ന്, ശൈത്താനിൻ്റെ ഷെറുകളിൽ നിന്നും. പ്രിയപ്പെട്ട ഒരു കാര്യം, ആ സ്വപ്നം കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ശൈത്വാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകിക്കഴിഞ്ഞ ഈ ശൈത്വാനിൻ്റെ ഉപദ്രവങ്ങൾ പിന്നീട് നമ്മളിലേക്ക് കടന്നു വരില്ല. ഈ ശൈത്താൻ കാരണമായിട്ടാണ് ദുസ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു സ്വപ്നം കണ്ട ആ സ്വപ്നത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. സ്വന്തം ഭാര്യയോട് പറയരുത്, കുടുംബക്കാരോട് പറയരുത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദുസ്വപ്നങ്ങൾ കണ്ടാൽ അത് പറയാതെ ഇങ്ങനെ ചെയ്യാന്നുള്ളതാണ്. അള്ളാഹുവിനോട് പറഞ്ഞ്, ശൈത്താനിൻ്റെ ഷെറുകൾ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അള്ളാഹ് എന്ന് പറഞ്ഞ് ഇടതുഭാഗത്തേക്ക് 3 പ്രാവശ്യം തുപ്പുക എന്നുള്ള, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം ഇടതുഭാഗത്തേക്ക് തുപ്പിക്കളയെ കഴിഞ്ഞ്, അവിടത്തോടു കൂടി കഴിഞ്ഞ് പിന്നീട് അത് കുത്തിപ്പൊക്കി പറഞ്ഞ്. ചില ആളുകൾക്ക് വെറും സംശയമാണ്. ചില ആളുകൾ ചോദിക്കും, ഉസ്താദേ, പാമ്പ് ഇഴഞ്ഞു പോകുന്ന ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ കൊക്കയെന്ന് താഴെ വീണ സ്വപ്നം കണ്ടു, ഒരു കാറ് വന്ന് എന്നെ ഇടിക്കുന്ന സ്വപ്നം കണ്ടു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് കാട് കയറി സംശയങ്ങൾ ചോദിക്കുന്ന ചിലരുണ്ട്. അത് വസ്വാസാണ് പ്രിയപ്പെട്ടവരെ. എന്തു സ്വപ്നം കണ്ടാലും അതിനൊരു വ്യാഖ്യാനം ഉണ്ടാവില്ല. ചില സ്വപ്നങ്ങൾക്ക് വ്യാഖ്യാനം ഉണ്ടാവും. ആ സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ച് അറിയുന്നവരോട് അത് ചോദിക്കുകയും ചെയ്യാം പ്രിയപ്പെട്ടവരെ. ഏതായാലും എല്ലാ കാര്യത്തിലും ഒരു സ്വപ്ന വ്യാഖ്യാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. ചില സ്വപ്നങ്ങൾക്ക് മാത്രം, ചിലത് ശൈത്താൻ ഇങ്ങനെ തോന്നിപ്പിച്ച് തരുന്ന നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന സ്വപ്നങ്ങളായിരിക്കാം. ചില നമ്മളിങ്ങനെ ആലോചിച്ച് കിടക്കുന്ന സമയത്തുള്ള സ്വപ്നങ്ങളായിരിക്കാം. ഏതായാലും ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ
ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ എന്നെന്നും റാഹത്തും സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ മിണ്ടാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നമ്മൾ പറഞ്ഞു, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ഒരാളോടും പറയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ മണിയറ രഹസ്യങ്ങൾ, ദാമ്പത്യ രഹസ്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ദുസ്വപ്നങ്ങൾ കണ്ടാൽ അത് പുറത്തു പറയാൻ പാടില്ല. ഈ 3 കാര്യങ്ങളും വളരെ വിലമതിക്കാനാവാത്ത ഇൽമാണ് പ്രിയപ്പെട്ടവരെ. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടു എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമുക്ക് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഇൻഷാ അല്ലാഹ് കമൻറ്റ് സെക്ഷനിൽ ദുആ കൊണ്ട് വസിയത്തുകൾ അറിയിക്കുക. അങ്ങനെ അറിയിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാറുണ്ട്. അള്ളാഹു എല്ലാവരുടെ വിഷമങ്ങളും വ്യസനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും മാറ്റിത്തന്ന് സന്തോഷിപ്പിക്കുമാറാകട്ടെ എന്ന ദുആയോടെ വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.